ഇപ്പൊ ഈ ഫൈൻ ഗുഡ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ എനിക്ക് സെഷനിൽ ത്രൂ ഔട്ട് കാണേണ്ടതുണ്ട് കേട്ടോ. കൃഷ്ണ സാക്കർ, റിൻറ്റു ജേക്കബ്, മൊക്സീന നസീം, രജനി മാനി, ഇവരൊക്കെ പുതിയ നെയിംസ് ആണ്. സ്വപ്ന ജെയ്സൺ, അമീനൊക്കെ ഓൾറെഡി എനിക്ക് അറിയുന്നവരാണ്. മാം, I was out of station at a family function. Okay. ആൻഡ് ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ ഒരാൾ ആബ്സെന്റ് ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്തത്. ലാസ്റ്റ് വീക്ക് റെക്കോർഡഡ് സെഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. എല്ലാരും ചോദിച്ചിട്ടുണ്ട് സ്വപ്ന എവിടെയായിരുന്നു എന്ന്. Being a very active person in the class, you were missed. Okay. Okay. So today we are starting with our 33rd live session of English Enrichment Program. And today's topic is expanding horizons in English. So today we'll be looking into bridging science, culture and digital communication. ഇതെല്ലാം തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ നമ്മൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആയി നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ഡേ 221 തൊട്ടാണ്. ഗുഡ് ഈവനിങ് സ്വാദേശ്. ഇനിയും ആൾക്കാർ വരാനുണ്ടല്ലോ. മാം, ഐ ജസ്റ്റ് ജോയിൻഡ് കോഴ്സ് ലാസ്റ്റ് വീക്ക്. ഓക്കെ കൃഷ്ണ. ഒരു സ്വപ്നം മിസ്സിംഗ് ഉണ്ട്. അതുപോലെ അന്നമീരിയോ ഒരു ലാസ്റ്റ് വീക്ക് ഒക്കെ ആക്റ്റീവ് ആയിരുന്ന ഒരാൾ ഉണ്ടായിരുന്നല്ലോ. പേര് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ തിങ്ക് അന്ന ഓർ ആൻ. അതുപോലെ മറിയം മഹീൻ. ഓക്കെ. So today will be, yes, Kavita. Yes. Swapna fans ചോദിക്കുന്നു സ്വപ്ന എവിടെയായിരുന്നു എന്ന്. Swadesh, she had a family function and she was out of station. Okay. So in എല്ലാവരും ആക്ടിവിറ്റീസ് ഡേ 221 തൊട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So please keep it ready. Okay. Okay. So today's agenda is scientific English exploration, the art of persuasion in English, dialects, that is British versus American English dictionary comparison നടത്താം. Then improvisation exercise in English, cultural identities through language, text speak, navigating English in technology, reflective learning, goal setting. Okay. So we'll begin with our word of the day. Word of the day is cohesive. Cohesive എന്നെടുത്ത് പറയുക കേട്ടോ. Cohesive. Hന് ഭയങ്കരമായ ഒരു സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. Cohesive. Cohesive എന്ന് പറഞ്ഞാൽ വളരെ ഒരുമയുള്ള എന്നുള്ള മീനിങ് ആണ്. ദാറ്റ് ഇസ് നമ്മൾ ഗമ്മിനും പറയാറുണ്ട്. എന്താ cohesive paste എന്നൊക്കെ ഗമ്മിനും നമ്മൾ പശക്കും പറയാറുണ്ട്. ഓക്കെ. സോ എന്തെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന എന്തിനെങ്കിലാണ് നമ്മൾ cohesive എന്ന് പറയാ. Something described as cohesive sticks. So cohesive, അവിടെ ഒരു കോമയുടെ കുറവുണ്ട് കേട്ടോ. Sorry. Something described as cohesive sticks together and forms something closely united. അയ്യോ, താങ്ക് യു സ്വാദേശ്. സോറി. ഇത് പെട്ടെന്ന് cohesive കണ്ടപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ cohesive യൂസ് ചെയ്യാറുണ്ട്. Adhesive and cohesive. Sorry. Thank you for correcting me. Thank you so much. Okay. So with example sentences, the customer service department is a small but cohesive team. ഒരു ചെറിയ ടീമാണ്, പക്ഷെ വളരെ ഒരുമയോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് cohesive. The cousins in my friend's family is a very cohesive team. എന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയിലെ കസിൻസ് എല്ലാവരും വളരെ cohesive ആയിട്ട് ഒരുമയുള്ളവരാണ്. ഓക്കെ. സോ cohesive എന്ന് പറഞ്ഞാൽ ഒരുമയുള്ള, യൂണിറ്റി ഉള്ള ഒരു ടീമിനെയാണ് നമ്മൾ cohesive എന്ന് പറയാ. പിന്നെ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ the library is very cohesive എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നീറ്റ്ലി അറേഞ്ച്ഡ് ആയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് cohesive യൂസ് ചെയ്യാം. ഓക്കെ. യൂണിറ്റി എന്നതിനും യൂസ് ചെയ്യാം, വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളതിനെ cohesive എന്ന് യൂസ് ചെയ്യാം. So give me example sentences. Project team in technical section is very cohesive. Okay. ഇതിന്റെ തന്നെ ഈ ഒരു വേർഡിൽ നിന്ന് തന്നെ റിലേറ്റഡ് ആയി നിൽക്കുന്ന മറ്റൊരു വേർഡാണ് coherent.
കോഹറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ ബന്ധമുള്ള, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ കോഹറന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നതും ചെയ്യുന്നതും ഒരേ കാര്യമായിരിക്കണം. ഓക്കെ, കോഹറന്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഈ കോഹെസീവ്. Our school WhatsApp group is very cohesive when it comes to helping members in financial crisis. Okay, very good. Our words and deeds must be coherent. Okay, very good. Yes. Effective communication is key to maintaining cohesive work environment. The sentence is correct. Is A add is the key to maintaining എന്നതിനേക്കാൾ better in maintaining എന്ന് വെക്കുന്നതാണ്. Effective communication is a key in maintaining cohesive work environment. Okay. Good evening, Jansi. Okay. So now let's go to idiom of the day. Idiom of the day is weather a storm. Weather a storm എന്ന് പറഞ്ഞ് എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ അതിജീവിക്കുന്നതിനെയാണ് weather a storm എന്ന് പറയുക. In 2018, the Kerala community weathered a storm എന്ന് പറയാം. Okay, അല്ലെങ്കിൽ yes, the past വരുമ്പോൾ weathered a storm എന്ന് പറയാട്ടോ, കറക്റ്റ് ആണ്. In 2018, the Kerala community weathered a storm. അല്ലെ, നമ്മൾ 2018 flood അതിജീവിച്ചത്. സോ അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടിലൂടെയുള്ള സിറ്റുവേഷൻ സർവൈവ് ചെയ്യുന്നതിന് നമ്മൾക്ക് I went അല്ലെങ്കിൽ I weathered a storm എന്ന് യൂസ് ചെയ്യാം. For example, a sentence is given here. Everyone waited to see if the president could weather the storm caused by his son's arrest for using illegal drugs. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മകനെ ഒരു കേസിൽ പിടിക്കുക എന്നുള്ളത് വളരെ ആ ഒരു പ്രസിഡന്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ. സോ ആ ഒരു സിറ്റുവേഷൻ അതിജീവിക്കുമ്പോൾ അതെങ്ങനെ കോപ്പ് അപ്പ് ചെയ്യും, വെദർ ചെയ്യോ എന്നുള്ളത് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു. Okay, so please give me example sentence with the idiom weather a storm. Najib had weathered a storm, his all difficulties, and returned to Kerala. Storm, his all difficulties, ചെറിയ ഒരു alteration നമുക്ക് ആ സെന്റൻസിൽ വരക്കണം. Najib had weathered a storm to get through his life in the desert and to return to Kerala. Okay, storm his all difficulties എന്ന് പറയുന്നതിന് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. So you can alter the sentence like Najib had weathered a storm to get through his life in desert and to return back to Kerala. Okay, return back എന്ന് പറയണം എന്നില്ല, കാരണം return എന്ന് പറയുന്നതിന് തിരിച്ചു പോവുക എന്നുള്ളതാണ്. Okay, our health department weathered the storm tactfully during the outbreak of COVID epidemic. Okay, very good. Actually, സ്വപ്ന ചെറിയൊരു കറക്ഷൻ ഞാൻ നടത്തുകയാണ്. കോവിഡ് ഒരു പാൻഡമിക് ആയിരുന്നു. എപ്പിഡമിക്കും പാൻഡമിക്കും തമ്മിൽ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐ ജസ്റ്റ് ലുക്ക് ആൻഡ് ടെൽ യു. കോവിഡ് ഇസ് എ പാൻഡമിക്. ഓക്കെ, ഇതൊക്കെ ഇൻഡസ്ട്രി സ്പെസിഫിക് ടേംസ് ആയതുകൊണ്ട് ESP ഇതൊക്കെ മെഡിക്കൽ റിലേറ്റഡ് ടേംസ് ആണ്. ഓക്കെ, ഓക്കെ, എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സർട്ടീൻ ഏരിയാസിൽ മാത്രം, ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖം കേരളത്തിൽ മാത്രം സംഭവിച്ചു അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം, വി കൻ കോൾ നിപ്പ ആൻഡ് എപ്പിഡമിക്. ബിക്കോസ് അതെന്താണ്, അന്ന് വന്ന സമയത്ത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഒരു ഭാഗത്ത് മാത്രം, പേരാമ്പ്ര, കുറ്റ്യാടി ആ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു നിപ്പ വന്നത്. ഓക്കെ, whereas pandemic is a disease outbreak that crosses international boundaries. Okay, so corona actually, or COVID actually started as an epidemic and ended up being a pandemic. Okay, good evening, Leo Woman. Hi, welcome to English enrichment program. Leo Woman, your program എന്താണെന്ന് അറിയോ? Have you got an idea about it? Amina sentence, despite the challenges, I was able to weather the storm and come out stronger for myself. Very good.
Ash Williams weathered a storm against Deadites attacking Evil Dead series and became a war hero. Okay, Krishna, good sense. Okay, ഇന്ന് പുതുതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ലിയോ ഇസ് there. Then ഈ അവസാനത്തെ ആളുടെ പേര് എന്താണ്? GGIRE. How can I pronounce it? Or is that your name? പേരെന്താണ് എന്നൊന്ന് പറയോ? Can you please tell me your good name? Okay, Girish G. Okay, okay, okay. Libita is here. Krishna, Girish, Leo. Okay, so welcome you all to English Enrichment Program. Every day, എപ്പോഴും പുതിയ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാറ് ഞാനാണ്. നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ആരെങ്കിലും ഒന്ന് ഇവരെ വെൽക്കം ചെയ്യോ? ജസ്റ്റ് വളരെ ഷോർട്ട് ആയിട്ട് ഒരു 1 മിനിറ്റിൽ എന്താണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നൊന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കോ? യെസ് സ്വാദേശ്, അത് ഞാൻ പറഞ്ഞപ്പോ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് തന്നെ ഞാൻ കറക്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ, സ്വാദിഷിനെ കറക്റ്റ് ചെയ്തതല്ല. പിന്നെ നമ്മൾ പല സാഹചര്യങ്ങളും ഐ എം റിട്ടേണിംഗ് ബാക്ക് ടു ഹോം എന്ന് പറയാറുണ്ടല്ലോ. ആക്ച്വൽ സെന്റൻസിൽ തെറ്റൊന്നും ഇല്ല, പക്ഷെ ആക്ച്വലി നമ്മൾ എന്താണ് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം റിട്ടേണിംഗ് എന്നതിന്റെ മീനിങ് തന്നെ എന്താണ്? നമ്മൾ തിരിച്ചു പോവാണ് എന്നാണ്. പിന്നെയും റിട്ടേണിംഗ് ബാക്ക് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നമ്മൾ എന്താ പലപ്പോഴും അത് തെറ്റ് എന്ന് പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് അവോയ്ഡിങ് അൺനെസസറി വേർഡ്സ്. ഓക്കെ ഓക്കെ. സോ ഹു വിൽ ഗിവ് എ ഗുഡ് വെൽക്കമിംഗ് ടു ദീസ് ന്യൂ ഫെലോസ്? ആരാ അവരൊന്ന് വെൽക്കം ചെയ്യാ? ഗോപകുമാർ ഇസ് ഹിയർ, സാൻഡ്ര ഇസ് ഹിയർ, കൃഷ്ണ ഇസ് ഹിയർ, സുഹൈമ ഇസ് ഹിയർ, Libita is here, Girish is here, Leo is here. ഇവരൊക്കെ ആരാ ഒന്ന് വെൽക്കം ചെയ്യാ? നമ്മളുടെ പവർ കാണിച്ചു കൊടുക്കും. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 230 days ആയിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. സോ ജസ്റ്റ് Krishna, this is a weekly session. Daily you will be getting tasks. ആരാണ്? അമീന, സ്വാദിഷ്, സ്വപ്ന, കവിത. ഇങ്ങനെ വെൽക്കം ചെയ്യാനല്ല. I want someone to unmute and give them a small idea about what is our നമ്മളുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്താണെന്നുള്ള ഒരു ചെറിയ ഐഡിയ കൊടുക്കണം. ഓൾസോ വെൽക്കം them to our session. Who will do it? ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. സ്വാദിഷ്. Okay, please try unmuting Swadish. Yeah. Hello, ma'am. Yes. Yeah, good evening all. So let's take this while to describe about EEP. EEP is a English enrichment program given by this. വന്നിരിക്കുന്നവർ പുതിയ ആൾക്കാരാണ്. സോ അവർക്കൊരു മലയാളത്തിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തോളൂ. So it will be easy for everyone. Hello guys, ഇതൊരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എടുക്കുന്ന ഈ ഡിസ്റ്റന്റ് ആയിട്ട് ഈ കോഴ്സിന് ലേൺ വൈസ് തരുന്ന ഒരു എന്താ പറയുക, ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ നമുക്ക് ഡെയിലി നമ്മുടെ മെന്റേഴ്സ് ഇംഗ്ലീഷിന്റെ കുറെ ആക്ടിവിറ്റീസ് തരും, ത്രൂ മെന്റേഴ്സ് തരും. EEPക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ആവാനും അതേപോലെ നമുക്ക് നമ്മുടെ ഇത് ലെവൽ ഇങ്ങനെ എത്രയാണ്, നമ്മൾ ഒരു ബിഗിനർ സ്റ്റേജിലാണോ ഇന്റർമീഡിയറ്റ് ആണോ അതൊക്കെ അറിയാനോ. അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വീക്ക്ലി ഒരു എല്ലാ ട്യൂസ്ഡേസിലും ഒരു സെഷൻസ് ഉണ്ടാവും. അപ്പം ഈ സെഷൻസിൽ നമുക്ക് തന്നിട്ടുള്ള ടാസ്കുകൾ ഡിസ്ക്രൈബ് ചെയ്യും. അതേപോലെ അറ്റ് ദ സ്പോട്ടിലും കുറെ ടാസ്കുകൾ ഹംന മാം തരും. അപ്പം നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ആവുക. അതാണ് ഈ ഒരു പ്രോഗ്രാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ അതാണ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ തരുന്ന ടാസ്കുകൾ ചെയ്ത് നമ്മൾ ഇവർക്ക് പിന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത് ഇമേജസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാം അത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് കൂടുതലും. അതായത് ഇപ്പൊ നമ്മളെ എന്താ പറയാ, new type. Okay, it's fine. So this is a basic idea of EEP. എല്ലാവർക്കും പുതിയ വന്ന ആൾക്കാർക്ക് മനസ്സിലായോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, പുതുതായി വന്നവർക്ക് ഈ EEPനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ആൻഡ് EEPയുടെ 32 ലൈവ് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്.
നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഹാവ് എ വേർഡ് വിത്ത് യുവർ മെന്റർ. ഓക്കെ, നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളിപ്പോ ക്ലാസ് ഓൾമോസ്റ്റ് ഒരു 230 ഡേയ്സ് ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ ആയതുകൊണ്ട് തന്നെ 70% ഇംഗ്ലീഷ് ആൻഡ് 30% മലയാളം, ഇങ്ങനെ ഒരു ഫ്ലോയിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇൻ കേസ് അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അറിയിക്കണം. മാം, ഷെൽ ഐ കണ്ടിന്യൂ ഫ്രം ദിസ് സെഷൻ? ഓർ നോ, ഇറ്റ്സ് നോട്ട് കമ്പൽസറി ടു വാച്ച് ഫ്രം ബിഗിനിങ്. പക്ഷെ നമ്മൾ ബേസിക്സ് എല്ലാം കഴിഞ്ഞു. ലൈക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അഡ്ജക്റ്റീവ്സ്, നൗൺസ്, വെർബ്സ്, ബേസിക് ഗ്രാമർ, ടെൻസസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ആക്ച്വലി നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യും, കുറച്ചും കൂടെ എന്താ, എന്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് കുറവാണ്. എന്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് അധികവും വന്നിരിക്കുന്നത് ഒരു week 1 to week 20 ലൈവ് സെഷൻസിലാണ് ക്ലാസ്സസ് അധികം നടന്നിരിക്കുന്നത്. ഒരു week 25 തൊട്ടൊക്കെ നമ്മൾ അധികവും നിങ്ങൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മുടെ സെഷൻസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, so if you want, you can watch it. It's up to you. Okay, so that's it. So we'll begin with today's, that is scientific English exploration. It's the day 221 activity ആയിരുന്നു. That is, I want all of you to share experiences from reading scientific articles, focusing on new vocabulary learned, and the challenges of summarizing complex ideas in simpler terms. If anyone wants, you can unmute and tell about the activity, or എഴുതി വെച്ചിരിക്കുന്നവർക്ക് ഇമേജസ് ഇടാം. ആൻഡ് പുതുതായി വന്നവർക്ക് ഇത് ഇപ്പോ ഡേ 221 ആക്ടിവിറ്റി ആയിരുന്നു ഇത്. ഓക്കെ, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾ പുതുതായി വന്നവരാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡെയിലി ബേസിസിൽ ആക്ടിവിറ്റി ഉണ്ടാവും. നിങ്ങൾ കൃത്യമായ ആക്ടിവിറ്റി കഴിയുന്ന പോലെ ചെയ്യുക. ആക്ടിവിറ്റി പെർഫെക്റ്റ് ആവുക, 0 മിസ്റ്റേക്ക് ആയിരിക്കുക എന്നുള്ളത് ഈ ഒരു ഇപിയിലെ അജണ്ടയേ അല്ല. ഓക്കെ, ഇപിയിലെ അജണ്ട എന്ന് പറയുന്നത് ഇസ് ടു ക്ലാരിഫൈ ആർ ഡൗട്ട്സ് ആൻഡ് ടു ഇംപ്രൂവൈസ്. നമ്മുടെ മിസ്റ്റേക്സിനെയൊക്കെ കവറപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, തെറ്റുകളിൽ ഉണ്ടാവരുത് എന്നുള്ളത് നമ്മളുടെ ഒരു അജണ്ടയിൽ വരുന്ന കാര്യമേ അല്ല. Okay, Amina has posted her activity. I want all of you to go through this activity. Okay, ഒരു സയന്റിഫിക് എസ്സേ വായിച്ചിട്ട് അതിൽ നിന്നുള്ള പുതിയ ടേംസ് കണ്ടെത്തുക. ഓൾസോ അതിനൊന്ന് സമ്മറൈസ് ചെയ്യുക, പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഓക്കെ, so the topic is prevalence and risk factors of postpartum depression in women, a systematic review and meta-analysis. Very good. Okay, so prevalence and risk factors, postpartum depression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ പ്രഗ്നൻസി സ്ത്രീകൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് postpartum depression in women. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസ്. മെറ്റാ അനാലിസിസ് ഒരു എന്താണ്, റിവ്യൂ, ഒരു റിസർച്ച് മെത്തേഡ് ആണത്. ഓക്കെ, നമ്മൾ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. So she've given a summary here. This systematic review and meta-analysis investigated the prevalence. Prevalence in the word in the meaning അത് എത്രമാത്രം ആൾക്കാരിലുണ്ട്. How prevalent is this disease എന്ന് ചോദിച്ചാൽ 5% of the population, 10% of the population എന്നുള്ള ഒരു കണക്ക് നമ്മൾ പറയില്ലേ. 10ൽ 8 പേർക്ക് ഇത് വരാറുണ്ട്, 10ൽ ഒരാൾക്ക് മാത്രമേ വരാറുള്ളൂ. അതിനെയാണ് നമ്മൾ prevalence എന്ന് പറയുന്നത്. Okay, and risk factors of postpartum depression. Postpartum depression കുറച്ചും കൂടെ ഫീൽഡ് സ്പെസിഫിക് ആയിട്ട് സൈക്കോളജി, സൈക്യാട്രി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റഡീസ് അപ് ടു December 2020 ഫ്രം ഡാറ്റാബേസസ് സച്ച് ആസ് Cochrane Library, PubMed, Embase, and Web of Science. The review analyzed data from 27 studies involving 1,33,313 subjects, finding a pooled prevalence of PPD at 14%. Prevalence rates are particularly higher in developing countries like China. Significant risk factors identified for PPD includes gestational diabetes mellitus, depression during pregnancy, giving birth to boys, a history of depression during
Pregnancy, a history of depression of receiving epidural during delivery. This study emphasizes the need for healthcare providers to focus on the risk factors and to improve the treatment and management of PPD. Okay, very good. ഇതിപ്പോ ചിലപ്പോൾ വലിയ ഒരു എസ്സേ ആയിരുന്നിട്ടുണ്ടാവാം, ഇത് അറൌണ്ട് 10 to 15 പേജസ് ഉള്ള ഒരു എസ്സേ ആയിരുന്നിട്ടുണ്ടാവാം. അമീൻ ഇവിടെ എന്താണ് അതിനെ വളരെ ചെറുതാക്കി സമറൈസ് ചെയ്തു. ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസിന്റെ സമയത്ത് ഒരു 10-15 പേജസ് വായിക്കാൻ കഴിയില്ലല്ലോ. സോ ഷീ ഹാവ് noticed, or she have taken only the crisp points or the key points and have summarized it here. Very good. And coming to vocabulary, meta-analysis. Yes, meta-analysis is a statistical method that combines the results of multiple studies. Ipo meta-analysis ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10 സ്റ്റഡീസ് എടുക്കുക, ആ 10 സ്റ്റഡീസിന്റെ ഫൈൻഡിങ്സിനെ ഒറ്റ സ്റ്റഡിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് meta-analysis. Systematic review, evaluation of all relevant research studies on a particular topic. Cohort, a group of people with shared characteristics. നമ്മളൊരു ഗ്രൂപ്പിന് പറയുന്നതാണ് cohort എന്ന്. ഓക്കെ, ഇപ്പോ നമ്മള് this is our media team എന്ന് പറയില്ല, അതിന്റെ ഒരു സിനോണിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് this is our media cohort. Okay. Citations, a word or piece of material taken from a written work. അതായത് നമ്മൾ റെഫറൻസ് വെക്കുക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ സൈറ്റേഷൻസ് എന്ന് പറയുക. നമ്മളൊരു സംഗതി എവിടെ നിന്നാണ്, ഏത് ബുക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരുടെ രചനയിൽ നിന്ന് എടുത്തതാണ് എന്ന് നോട്ട് ചെയ്യുന്നതിനെയാണ് സൈറ്റ് ചെയ്യുക, സൈറ്റേഷൻ ചെയ്യുക, റെഫറൻസ് എഴുതുക എന്നൊക്കെ പറയുന്നത്. Or an act of referencing another author's work in your own. Okay, very good, Amina. Okay, I'm happy. വേറെ വലിയ മിസ്റ്റേക്സ് ഒന്നുമില്ല, വളരെ നല്ല രീതിയിൽ അതിനെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സ്വാദിഷ് ഇട്ടേക്കുന്നത് ഡേ 226ന്റെ ആക്ടിവിറ്റി ആണ്. വിൽ ഗെറ്റ് ടു ദാറ്റ്. ഓക്കെ, നമുക്ക് ഓർഡറിൽ പോവാം. ഓക്കെ, സോ ഇനി നിങ്ങൾ ഇതുപോലെ പുതുതായിട്ടുള്ള ഒരു എസ്സേ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വൊക്കാബുലറീസ് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന്റെ മീനിങ് നോക്കുക. നോട്ട് ലേറ്റർ, ഓൺ ദ സ്പോട്ട്. നിങ്ങൾ അത് വായിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിർത്തി നോക്കി പോവുക. സോ നമ്മളത് കോണ്ടെക്സ്ച്വലി അതിന്റെ മീനിങ് നോക്കുമ്പോൾ യു വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ, ആൻഡ് ഫോർ ദ ന്യൂ കമേഴ്സ് നമ്മളിവിടെ പലപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും, സ്വന്തമായ ഒരു വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യാൻ. ദാറ്റ് ഇസ് ഒരു ഡിക്ഷണറി പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞ് നമ്മുടെ പോക്കറ്റ് ഡയറി കണ്ടിട്ടില്ലേ, ചെറുത്, നമുക്ക് 30-40 രൂപക്കൊക്കെ ചെറിയ ബുക്ക് കിട്ടും, എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റും. പുതുതായി ഒരു വാക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുതുതായി ഒരു ഫ്രേസ് കിട്ടുമ്പോൾ അത് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഇൻകോർപ്പറേറ്റ് ഇറ്റ് ഇൻ ടു യുവർ സ്പീച്ച്. ഒരു സംഭവം വെറുതെ എഴുതി വെച്ചതുകൊണ്ട് മാത്രം ആയില്ല. ഓക്കെ, ഫോണിൽ നോട്ട് ചെയ്യുന്നതിനേക്കാൾ ഐ പ്രിഫർ നോട്ടിങ് ഇറ്റ് ഇൻ എ ബുക്ക്. ബട്ട് നിങ്ങളുടെ കൺവീനിയൻസും കംഫർട്ടബിളും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. ഓക്കെ, യെസ് കൃഷ്ണ, ഇവിടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നവരുണ്ട്, ബട്ട് ഐ പ്രിഫർ റൈറ്റിംഗ് ഇറ്റ്. ഓക്കെ, റാദർ ദാൻ ടൈപ്പിംഗ്, റൈറ്റിംഗ് ഇറ്റ്. കാരണം എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും കീബോർഡിൽ എന്താണ് നേരെ സ്പെല്ലിങ്സ് വരും. സോ ദാറ്റ് നമ്മൾ സ്വന്തമായി സ്പെല്ലിങ്സ് പഠിക്കില്ല. സോ വെൻ യു റൈറ്റ് യു വിൽ ഓൾസോ ബി അവെയർ അബൌട്ട് ദ സ്പെല്ലിങ്സ്. ഓക്കെ, സോ ഏതർ A4 ഷീറ്റ്സിൽ ചെയ്യാം, അതല്ലെങ്കിൽ റഫ് ബുക്സ്, റഫ് പേജസ്, എന്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇറ്റ് വിൽ ബി കൺവീനിയന്റ് ഫോർ യു ഇഫ് യു കീപ് എ ബുക്ക് സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആക്ടിവിറ്റി ഓഫ് ഡേ 222. That is the art of English persuasion. ഒരാളെ പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെയാണ് പെർസ്വേഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും പറഞ്ഞ് സമ്മതിപ്പിക്കാറില്ലേ? ഇത് ലാസ്റ്റ് ട്രിപ്പാണ്, ഇനി പോവില്ല, ക്ലാസ്സിൽ എല്ലാവരും പോണുണ്ട്, പോയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാറില്ലേ? അതാണ് പെർസ്വേഡിങ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെട്രിക്കൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ പെർസ്വേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് കേട്ടോ നമ്മൾ റെട്രിക്കൽ സ്ട്രാറ്റജീസ് എന്ന് പറയാം. he's speaking in a very rhetorical manner എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വളരെയധികം കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, റെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വളരെയധികം കൺവിൻസ് ചെയ്യുന്ന രീതി എന്നാണ് കേട്ടോ മീനിങ്. സോ റെട്രിക്കൽ സ്ട്രാറ്റജീസ്. So here we are discussing
വെരി ഫ്യൂ, ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ബട്ട് നമ്മൾ വളരെയധികം കോമൺ ആയിട്ട് റൈറ്റിംഗ്സിൽ കാണുന്ന, നമ്മൾ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് റെട്രിക്കൽ സ്ട്രാറ്റജീസിന്റെ പേരാണ് ഞാൻ പറയുന്നത്. ഓക്കെ, I'll begin with alliteration. These techniques can be used while in speech as well as in written format. Okay, എഴുതുമ്പോഴും പറയുമ്പോഴും യൂസ് ചെയ്യാം. Okay, this is applicable for both writing and speaking. Alliteration ഒരു poetic device കൂടിയാണ്. That is, എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ സെയിം ആയിരിക്കും. ഇപ്പൊ ഒരു സെന്റൻസിൽ 4 or 5 വേർഡ് ഉണ്ടെങ്കിൽ ഒരു 2-3 വേർഡ്സിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ സെയിം ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ടോക്കിംഗ് ടു ടെറി took too much time today. അപ്പൊ അങ്ങനത്തെ സെന്റൻസസ് ആൾക്കാർ കൂടുതൽ വായിക്കുമ്പോൾ നോട്ടീസ് ചെയ്യും, കൂടുതൽ ശ്രദ്ധ നേടും. Okay, I'll just post that sentence in the chat box. Have a look at it. Talking to Terry took too much time today. അപ്പൊ നോക്ക്, talking is starting with T, to is starting with T, Terry is starting with T, took is starting with T, time today. Okay, so രാഹുൽ, ഇവിടെ നമ്മൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അൺമ്യൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് unmute ചെയ്യാൻ സാധിക്കുള്ളൂ. What happened? I'll unmute. Just a minute, Rahul. Yes, you can unmute. Try unmuting, Rahul. Ma'am, adu rhetorical ano ado rhetorical ano pronunciation? കേട്ടില്ല. I didn't get you. Rhetorical ano pronunciation ennu പറഞ്ഞുതരൂ എങ്ങനെയാണ്? Rhetorical എന്ന വേർഡിന്റെ ആണോ? അതെ അതെ, rhetorical ano ado rhetorical ano? Okay, I'll just confirm. ഞാൻ rhetorical എന്നാണ് പറയാ. I'll just confirm if there is a doubt. Just a minute. Okay, that's a difference in American and British accent. Both are correct. Okay, but more preferred is the rhetorical. Okay, അതായത് ഇംഗ്ലീഷ് അമേരിക്കൻ ആക്സെന്റ് ആൻഡ് ബ്രിട്ടീഷ് ആക്സെന്റ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമേരിക്കൻ ആക്സെന്റ് ഗിവ്സ് മോർ സ്ട്രെസ് ടു ദ വവൽസ്, AEIOU എന്നുള്ള ഈ വവൽസിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കും. സോ ഇറ്റ് ഇസ് റെറ്റോറിക്കൽ സ്ട്രാറ്റജീസ്. ഓക്കെ, ബട്ട് വെറാസ് കമ്മിങ് ടു ബ്രിട്ടീഷ് ആക്സെന്റിൽ നമ്മൾ കോൺസണൻസിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വവൽസിനെ കാര്യമായി മൈൻഡ് ചെയ്യില്ല. ഓക്കെ, സോ കമ്മിങ് ടു ബ്രിട്ടീഷ് ആക്സെന്റ് ഇറ്റ് ക്യാൻ ബി റെറ്റോറിക്കൽ. ഓക്കെ, ഡിഡ് യു ഗെറ്റ് മീ? ഇത് ഓർത്തു വെക്കുക, അമേരിക്കൻ ആക്സെന്റിൽ എപ്പോഴും വവൽസിന് കൂടുതൽ സ്ട്രെസ് ആയിരിക്കും. ദാറ്റ് ഇസ് AEIOU. ഈ 5 അക്ഷരങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആയിരിക്കും. ബട്ട് കമ്മിങ് ടു British accent, it will be consonants which is stressed. Okay, so I think alliteration is clear. Is alliteration clear for all of you? So writing ilayalum, speaking ilayalum, talking to Terry took too much time today. കണ്ടോ, അത് പറയുമ്പോൾ തന്നെ ഒരുപാട് TT വരുമ്പോൾ നമ്മൾ ആ ഒരു സെന്റൻസിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. Okay, yes. Next is amplification. Amplification എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇമ്പോർട്ടന്റ്, അർജന്റ്, എമർജൻസി, ഇന്റൻസീവ് എന്നിങ്ങനെയുള്ള ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണിക്കുന്ന വേർഡ്സ് അല്ലേ, അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെന്റൻസിൽ 1 or 2 തവണ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ സെന്റൻസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. They want a perfect house in a perfect neighborhood. അപ്പൊ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ഒരു നല്ല വീട് ഒരു നല്ല എൻവയൺമെന്റിൽ വേണം എന്നതിനാണ്. അതുകൊണ്ട് ദാറ്റ് ഇസ് ബീൻ റിപ്പീറ്റഡ്ലി യൂസ്. അപ്പൊ ഒരു പെർഫെക്റ്റ് എന്നത് അവിടെ എന്താണ്, ആംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. They want a perfect house in a perfect neighborhood. Can you all think of another similar sentence where amplification is used? Can you think? Amplification യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെന്റൻസ് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? Can you make a sentence? സൗണ്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് കൂടുതൽ ഇങ്ങനെ എന്താ മുഴങ്ങി കേൾക്കുക എന്നതാണ് മീനിങ്. ഇവിടെ നമ്മൾ ഈ ഒരു ടെക്നിക്കിന്റെ പേര് ആംപ്ലിഫിക്കേഷൻ ആണ്. സോ ഈ ഒരു ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഈസി എന്നത് അവിടെ ആംപ്ലിഫൈഡ് ആണ്.
Okay. Then next one is, just a minute. Just a minute. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചതായിരുന്നു, ലാപ്ടോപ്പിൽ വെള്ളമായി. Just give me a minute. He's very good as well as very intelligent in technical knowledge. Okay ആണ്, but ഇവിടെ same word amplified ആയില്ലല്ലോ. Oh God, വെള്ളം വീണിട്ട് actually എന്റെ mouse work ചെയ്യുന്നില്ല. Just a minute. So I'm not able to see your message. Give me a minute. Yes, ഇവിടെയും നല്ല ചൂടാണ്. The summer has just started in Delhi. Starting തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. I don't know how am I going to survive here. Okay, very എന്നതിനേക്കാൾ he's very good and very intelligent. അങ്ങനെയല്ല, easy, important. ഒരു very എന്നത് ഒറ്റക്ക് നിൽക്കുമ്പോൾ മീനിങ് ഇല്ലാത്ത വേർഡ് ആണ്. വെരി എന്നതിന്റെ മീനിങ് എന്താണ്? വെരി എന്നത് ഒറ്റക്ക് നിൽക്കുമ്പോഴല്ലോ മീനിങ്. വെരി ഗുഡ്, വെരി എക്സൈറ്റഡ്, വെരി ഇന്റലിജന്റ്. അത് മറ്റൊരു അഡ്ജക്റ്റീവുമായി നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴല്ല അതിന് മീനിങ് വരുന്നത്. സോ വെരി അല്ലാതെ വേറെ ഏതെങ്കിലും വേർഡ് ആയിട്ട് ചെയ്തു നോക്ക് കേട്ടോ. She is so smart in her short skirt. Okay, that is an example of alliteration. Yes, ഇന്ന് നമ്മൾ ഈ സ്വപ്നനെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എവിടെയായിരുന്നു സ്വപ്ന? ഇപ്പോഴാണോ വന്നത്? നേരത്തെ മെസ്സേജ് അയച്ചിരുന്നോ? സ്വാദിഷ് എന്നോട് പറയാണ് ഖത്തറിലേക്ക് ചെല്ലാൻ. ഖത്തറിലും ചൂടാണ്, ഇവിടെ ഡൽഹിയിലും ചൂടാണ്. ഇതെല്ലാം ഇത് നാട്ടിലേക്ക് പോവാന്ന് വെച്ചാൽ നാട്ടിലും നല്ല ചൂടല്ലേ. സോ ദർ ഇസ് നോ എസ്കേപ്പ്. അപ്പൊ പിന്നെ എവിടെ നിന്നാലും കണക്കാണ്. ഇറ്റ് ഇസ് ഓൾ ദ സെയിം. കം ടു മൂന്നാർ. ഓക്കെ, അങ്ങനെയൊക്കെ വല്ലതും ചെയ്യേണ്ടി വരും ഇനി. യെസ്, എക്സാക്ട്ലി, എല്ലായിടും ചൂടാണ്. സ്വപ്നയുടെ വീട് മൂന്നാറാണോ? Oh, nice. I feel jealous of you. എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം സ്വപ്നയുടെ വീട്ടില്. സ്വപ്ന ഹോസ്റ്റേഴ്സ് അല്ലേ സ്വപ്ന? Thank you so much. That's so kind of you. Yes. Okay. So നമ്മൾ alliteration കഴിഞ്ഞു, amplification കഴിഞ്ഞു. Next one is anadiplausis. Anadiplausis എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് വെച്ചിട്ട് അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദിസ് ഫ്ലവർ സ്മെൽസ് ഗുഡ്. ഓക്കെ, ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് വെച്ചിട്ട് നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് anadiplausis എന്ന് പറയുന്നത്. ഓക്കെ, yeah, I posted a sentence. Fear leads to anger, anger leads to fear, fear leads to suffering. Okay, so beginning a new sentence with the last word of the previous sentence. Okay, that this technique is called anadiplausis. Fear leads to anger, anger leads to fear, fear leads to suffering. Okay, ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ വളരെ ഓർത്തിരിക്കും, ചിന്തിപ്പിക്കും. ആൻഡ് ഓൾസോ നമ്മളുടെ അറ്റൻഷൻ, ഇതൊക്കെ അറ്റൻഷൻ സീക്കിംഗ് സെന്റൻസുകളാണ്. ഭയങ്കര അറ്റൻഷൻ ക്യാച്ചേഴ്സ് ആണ് ഇത്തരത്തിലുള്ള സെന്റൻസ്. നെക്സ്റ്റ് ടെക്നിക് ഇസ് ആന്റോനഗോജ്. നെക്സ്റ്റ്, ഈ ടെക്നിക്കുകളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം എന്നില്ല, ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇറ്റ്. ആൻഡ് നിങ്ങളുടെ സ്പീച്ചിലും നിങ്ങളുടെ റൈറ്റിംഗിലും ഈ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഓക്കെ, ആന്റോനഗോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസിൽ തന്നെ ഒരു നെഗറ്റീവ് സംഭവം ഒരു പോസിറ്റീവ് സംഭവം ഒറ്റ സെന്റൻസിൽ തന്നെ കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആന്റോനഗോജ് എന്ന് പറയുക. ദാറ്റ് ഇസ് യൂസിങ് എ നെഗറ്റീവ് ആസ് വെൽ ആസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇൻ എ സിംഗിൾ സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, പ്രസന്റിങ് എ പ്രോബ്ലം ആൻഡ് സബ്സീക്വന്റ് സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് when life gives you lemon, make lemonade. പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നങ്ങൾ വെച്ച് നമ്മൾ ലൈഫ് അടിപൊളിയാക്കുക എന്നുള്ളൊരു ഡിനോട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണിത്. when life gives you lemons. ലെമൺ എന്നത് ഇവിടെ ഒരു നെഗറ്റീവ് യൂസിലാണ് കൊടുത്തിരിക്കുന്നത്. make lemonade. lemonade is the positive usage. Okay, നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, kill the fear before fear kills you.
Okay, kill the fear. Fear അതൊക്കെ ഈ ഒരു ആന്റോണഗോജിൽ പെടുത്താം. If you fall, ride higher. Exactly. Very good. Yes, Anne Marie Paul. ഇന്നത്തെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിംഗിൽ ഞാൻ ആൻ മേരി പോളിന് ചോദിച്ചിരുന്നു. പിന്നീടാണോ ജോയിൻ ചെയ്തത്? Rise higher. Okay, okay. Yes, good one. Yes, ഇതെല്ലാം ആന്റോണഗോജിൽ വരും. Situation provokes emotions, emotion provokes action. Okay, very good. Anne Marie. It's good. It's a good one. So that is an anadiplosis. Okay. Okay. നമ്മൾ കോമൺ ആയിട്ട് മുമ്പ് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. Watch your thoughts because thoughts become your words, words become your action. ഇതെല്ലാം ഈ ഒരു anadiplosis വരും. Okay. After that, we have discussed antonagoge, which is having a negative and as well as a positive statement in a single sentence. So, which is giving a problem and the solution in a single sentence. Okay, I hope it's clear. Next is chiasmus. Okay. അതായത് ഒരു സെന്റൻസിന് നേരെ തിരിച്ചിടുക. നമ്മൾ ഒരാൾ പറയുമ്പോ അതിന് നേരെ പ്ലേറ്റ് കമത്തുക എന്ന് പറയാറില്ലേ നമ്മള്. സോ ഈ ഒരു സെയിം സെന്റൻസുകളുടെ വേർഡ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നതിന്റെ ആ ഒരു ഓർഡർ മാറ്റിക്കൊണ്ട് ആ ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെ മാറ്റുന്ന ഒരു ടെക്നിക്കിനെയാണ് ഐ ഗിവ് യു എക്സാമ്പിൾ. ചിയാസ്മസിന്റെ എക്സാമ്പിൾ തരാവേ. Ask not what your country can do for you, ask what you can do for your country. നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. ഇത് ഇങ്ങനത്തെ ഈ ഒരു ചിയാസ്മസ് എന്ന ടെക്നിക്ക് പല ഫേമസ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെയും ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസിലൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, മറിച്ച് think of what you don't think of what you cannot do, rather think of what you can do. ഇതെല്ലാം ചിയാസ്മസിൽ വരുന്നതാണ്. അതായത് വളരെ കുറച്ച് വാക്കുകൾ മാത്രം മാറ്റിക്കൊണ്ട് ആ ഒരു സെന്റൻസിനെ തന്നെ ഓപ്പോസിറ്റ് സെന്റൻസ് ആക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ചിയാസ്മസ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇസ് യൂഫെമിസം. യൂഫെമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മള് നെഗറ്റീവായ സാധനങ്ങളെ വളരെ പോസിറ്റീവ് വേർഡ്സിലൂടെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് അല്ല യൂഫെമിസം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലെതറിന്റെ ഷൂ മേടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ബട്ട് ഐ കനോട്ട് അഫോർഡ് എ പ്യുവർ ലെതർ ഷൂ, സോ ഐ ബോട്ട് എ ഡ്യൂപ്പ്. അപ്പൊ എന്താണ്, ഞാനിത് ഡ്യൂപ്പ് ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് പറയാതെ ഞാൻ എന്ത് പറയും, ഇതൊരു ജെനുവിൻ ഇമിറ്റേഷൻ ആണ്. ജെനുവിൻ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, ഒറിജിനൽ അല്ല, ഫേക്ക് തന്നെയാണ് എന്നാണ് മീനിങ്. ബട്ട് എന്താണ്, ഐ ഹാവ് യൂസ്ഡ് ദ യൂഫെമിസം ജെനുവിൻ ഇമിറ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ വേർഡ് ഫേക്ക് ലെതർ. സോ ഇതെന്താണ്, ആൾക്കാരെ പെർസ്വേഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ഫേക്ക് ലെതർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വിൽക്കുമോ? ഇല്ല, മറിച്ച് ഫേക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതൊരു ജെനുവിൻ ഇമിറ്റേഷൻ ആണ്. രണ്ടും മീനിങ് സെയിം ആണ്, നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല. ബട്ട് ആ ഒരു ഫസ്റ്റ് കോപ്പി, പക്ഷെ നമ്മൾ ഒരു ഫേക്ക് ലെതർ ആൻഡ് ജെനുവിൻ ഇമിറ്റേഷൻ ബോത്ത് ഹാസ് ദ സെയിം മീനിങ്, പക്ഷെ ആ ഒരു വേർഡിന്റെ വ്യത്യാസം നോക്ക്. അതുപോലെ ഐ സ്പെൻഡ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ പുവർ നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഇൻ എ സ്ലം എന്ന് പറയുന്നതും ഐ വാസ് ഗ്രോൺ അപ്പ് ഇൻ എ കൾച്ചറലി ഡിപ്രൈവ്ഡ് എൻവയൺമെന്റ് എന്ന് പറയുന്നതും എന്ത് ഡിഫറെന്റ് ആണ്. ഇപ്പോ എന്നൊരു ഇന്റർവ്യൂല് വിളിക്കുമ്പോ I was born and brought up in a poor situation എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു ഇടങ്ങേറില്ലേ. പക്ഷെ അതേസമയം I was brought up in a culturally deprived environment, രണ്ടും മീനിങ് സെയിം ആണ്. കൾച്ചറലി ഡിപ്രൈവ്ഡ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വളരെ താഴ്ന്ന ഒരു സിറ്റുവേഷൻ എന്നാണ് കേട്ടോ. അതുപോലെ നമ്മളുടെ ഇന്ത്യയിൽ അതത്ര യൂസിങ്ങിലല്ല. വീട്ടുജോലിക്ക് പുറം രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് എഞ്ചിനീയറിംഗ് എന്ന വേർഡ് യൂസ് ചെയ്യാനുണ്ട്. What do you work as എന്ന് ചോദിച്ചാൽ I am a domestic engineer. Domestic engineer എന്ന് പറഞ്ഞാൽ വീട്ടുജോലിയിൽ സഹായിക്കുന്ന ഹൗസ് കീപ്പേഴ്സ് ഇല്ലേ, ഹെൽപ്പേഴ്സ് ഇല്ലേ. Okay, we presented it in a more diplomatic manner, so both of them implying the same meaning. Yes, exactly, Krishna. Yes, euphemism വളരെ നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. നമ്മൾക്കും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് euphemism. Okay, so yeah, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് കേട്ടോ. ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇവിടെ എടുത്ത് പ്രസന്റ് ചെയ്തേ ഉള്ളൂ. ഐ എം എ ഹോം മേക്കർ, ഹൗസ് വൈഫിന് പകരം. യെസ്, എക്സാക്ട്ലി. യെസ്, ഹോം മേക്കർ ഫീൽസ് ഗുഡ് അല്ലെ. ഹൗസ് വൈഫ്, ഐ എം എ ഹൗസ് വൈഫ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ
വളരെ ആപ്റ്റ് ആയ കുറച്ചും കൂടെ മീനിങ് ആയ വേർഡ് ആണ് ഹോം മേക്കർ. പക്ഷെ ഇത് യൂഫമിസം ആണോ എന്ന് യാ ബട്ട് ഹൗസ് വൈഫ് എന്നതൊരു നെഗറ്റീവ് വേർഡായി നമ്മൾ കാണാത്തത് കൊണ്ട് ഇതൊരു യൂഫമിസം ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് യൂസേജ്. യെസ്, ഈ ഒരു ഇതിൽ തന്നെ വരുന്നതായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, യൂഫമിസം ഇസ് turning a negative thing into a positive looking statement. നെഗറ്റീവ് സാധനത്തിന് പോസിറ്റീവ് ആക്കുകയല്ല. ദാറ്റ് ഇസ് ആന്റോണഗോജ്. ഇവിടെ ഒരു നെഗറ്റീവ് വേർഡിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്രേസിനെ നമ്മൾ ഒരു പോസിറ്റീവ് ലുക്കിംഗ് ഫ്രെയിം ആക്കുന്നതാണ് യൂഫമിസം. ഓക്കെ, yes, I am not underweight, I'm just zero size. Okay, very good. Yes, ഇത് ഞാൻ കുറച്ചാലൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന ഡയലോഗ് ആയിരുന്നു. ഇപ്പോ ഐ ആം എന്താ പറയാ ഫിസിക്കലി കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ ഉണ്ട്. മുമ്പ് ഒരു കുറച്ചുകൂടെ ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തിരുന്ന സമയത്ത് വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ആരെങ്കിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഐ എം സീറോ സൈസ് ഒക്കെ. Okay, that's a good one. Yes, the film is one time watchable movie. അത് ഏതില് വരുന്നതാണ്? സ്വാദിഷ് ഏത് റെട്രിക്കിലായിരുന്നു ഉദ്ദേശിച്ചത്? ഈസ് എ ബിഗ് ബിസിനസ് മാഗ്നറ്റ്. ഓക്കെ, ബിഗ് ബിസിനസ് എന്നത് അവിടെ അലിട്രേഷൻ ആയിട്ട് വരും. നോ, ഫിലിം ഇസ് വൺ ടൈം വാച്ചബിൾ എന്നാണ്. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം എന്ന് പറയുന്നതും ഒരു പടം മോശമാണ് എന്ന് പറയുന്നതും ഡിഫറൻസ് ഇല്ലേ? Isn't it different? ചില പടങ്ങളുണ്ട് നല്ലതായിരിക്കാം, പക്ഷെ എന്നാൽ ഒറ്റ പ്രാവശ്യം കാണാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോഴും നല്ല പടമല്ലേ? One time watchable is a substitute for average. Yes. Yes, Krishna. Yes, Swadish. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ്. നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോകുന്ന അത് ഒരു പ്രാവശ്യം പോകാനുള്ളതൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു വൺ ടൈം സീ തിങ് എന്ന് പറയാം. ഓക്കെ, അലിട്രേഷൻ എന്താണ് എന്നാണോ കൃഷ്ണ ചോദിച്ചിരിക്കുന്നത്? പ്ലീസ് മേക്ക് ദ ക്വസ്റ്റ്യൻസ് ക്ലിയർ വെൻ യു ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, വാട്ട് ഇസ് അലിട്രേഷൻ അങ്ങനെ ചോദിക്കണേ. അല്ലെങ്കിൽ അലിട്രേഷൻ ക്ലിയർ ആയിട്ടില്ല എന്നോ എങ്ങനെയെങ്കിലും അങ്ങനെ ചോദിക്കണം. അലിട്രേഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ എക്സാമ്പിൾ ആണോ ചോദിക്കുന്നത്, എന്താണെന്ന് ക്ലിയർ ആവാനിട്ടാണോ? കൃഷ്ണ, പ്ലീസ് ക്ലാരിഫൈ ദ ക്വസ്റ്റ്യൻ. ഐ ഡോ നോട്ട് റിപ്ലൈ ഇല്ല, പെട്ടെന്ന് പറഞ്ഞോ. അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ അടുത്ത് നിൽക്കുന്ന വാക്കുകൾ ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ ടോക്ഡ് ടു മച്ച് ടുഡേ. അപ്പൊ ടോക്ഡ് ടു അത് ടി വന്നു. ഓക്കെ, ഐ ടോക്ഡ് ടു മച്ച് ടുഡേ. ഷീ ഇസ് സോ സ്മാർട്ട് ഇൻ ഹർ ഷോർട്ട് സ്കേർട്ട്. അയ്യോ, ആര് തന്ന സെന്റൻസ് ആയിരുന്നു? ഇറ്റ് വാസ് എ വെരി ഗുഡ് സെന്റൻസ്. ആരായിരുന്നു സെന്റൻസ് ഇട്ടെ? Who was it? I forgot. Swapna. Yes, Swapna ആയിരുന്നു സെന്റൻസ് ഇട്ടത്. That is also a very good example of alliteration. Okay. So next is dialects, British versus American English. So major differences എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് actually is adapted from British English. Okay. പക്ഷേ ഇന്ന് നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഗ്ലോബലൈസേഷൻ കാരണം in a sentence each word's first letter will be the same. Yes, അതാണ് alliteration. You are correct. ഒരു സെന്റൻസിലെ എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ സെയിം ആവണം എന്നില്ല. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് വേർഡ്സിന്റെ തന്നെ ഫസ്റ്റ് ലെറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് as alliteration. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദം വേണം എന്നില്ല. ദ മോർ വേർഡ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ ലെറ്റർ വിൽ ഗിവ് എ ഗുഡ് alliteration. പക്ഷെ രണ്ട് വേർഡ്സിന് തന്നെ സെയിം ലെറ്റർ ആണ് സ്റ്റാർട്ടിംഗ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ call it alliteration. Okay, the more words having same initial letter will give a good impression. Okay, coming to dialects, British versus American. പക്ഷെ ഇന്ന് നമ്മളുടെ പലരുടെയും ഇംഗ്ലീഷ് യൂസേജിൽ അമേരിക്കൻ ഇംഗ്ലീഷ് വല്ലാതെ അധികം കയറി വന്നിട്ടുണ്ട്. അത് നമ്മൾ മൂവീസ് കാണുന്നതിന്റെയും വെബ് സീരീസ് കാണുന്നതിന്റെയും ഇന്റർനെറ്റ് യൂസേജിന്റെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ കാരണമാണ്. ബട്ട് ആക്ച്വലി ഇന്ത്യൻ ഇംഗ്ലീഷ് ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക. American English is more focused on stressing on vowels. Vowels ഏതൊക്കെയാണ്? A, E, I, O, U. 26 ലെറ്റേഴ്സിൽ 5 vowels ആണുള്ളത്. ഓക്കെ, യെസ്, ഇവിടെ vowels. ഓക്കെ, അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് vowels എന്ന് പറയണം. ബട്ട് കമ്മിങ് ടു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് യു കെൻ ടെൽ ഇറ്റ് vowels. Vowels എന്ന് സ്ട്രെസ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ബിക്കോസ് അമേരിക്കൻ ഇംഗ്ലീഷിൽ O is stressed. O is a vowel. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജ് മോസ്റ്റ്ലി അമേരിക്കൻ ആണ്. യെസ്, പിന്നെ അതുപോലെ ബ്രിട്ടീഷ് ലാംഗ്വേജ് കുറച്ചും കൂടെ ഫോമൽ ആണ്. ബട്ട് കമ്മിങ് ടു അമേരിക്കൻ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് എ ലിറ്റിൽ ഇൻഫോർമൽ ആണ്. അതായത് ലെറ്റ് മി തിങ്ക് ഓഫ് ഇറ്റ്.
let me എന്നതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫോർമൽ ലാംഗ്വേജ് ആയിട്ട് let me do it, let me think of it, LEMME എന്ന ഒരു യൂസേജ്, അതായത് let me equals let me, okay, let me think of it, am I going out, I am going out എന്നതിന് am I going out എന്ന് പറയും. Okay, so it depends on person to person, because ഞാൻ ഇങ്ങനെ വെറുതെ ആക്സൻസ് ഇരുന്ന് ട്രൈ ചെയ്യുമ്പോൾ actually American English feels a little more easier than British English. കാരണം British English അവർ ഒരു ഫോർമൽ ടോൺ കീപ്പ് ചെയ്യുന്നുണ്ട്. Okay, so അത് person to person different ആണ്. Okay, and also American English ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. American English country to country ഒരുപാട് ഡിഫറൻസുകൾ വീണ്ടും വരുന്നുണ്ട്. ബട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം. വലിയ വലിയ ഡിഫറൻസുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ് ഡിഫറൻസസ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും സിമിലർ ആയി, അതായത് ഒരുപോലെ സെയിം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. യെസ്, എക്സാക്ട്ലി സ്വാദിഷ്. ഗോയിങ് ടു ബി എന്നതിന് ഗോണ ബി, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി റെയിനിങ് ടുഡേ. യെസ്, ഇതൊക്കെ അമേരിക്കൻ യൂസേജ് ആണ്. ഇന്ന് നമുക്ക് പല എന്താ പറയാ ഇന്ത്യൻസും ഇത്തരത്തിലുള്ള യൂസേജുകൾ യൂസ് ചെയ്യുന്ന കാണാം. അതൊരു സംസാരത്തിന്റെ ഫ്ലോ കിട്ടാൻ. യെസ്, വാണ്ട് ടു എന്നതിന് ഐ വോണ, യെസ് ഐ വോണ ഗോ ഔട്ട് ടുഡേ, ലെറ്റ് മീ തിങ്ക് ഓഫ് ഇറ്റ്, ഇറ്റ്സ് ഗോണ റെയിൻ ടുഡേ. ഗോണ, ഗോയിങ് ടു എന്നതിന് ഗോണ. ഓക്കെ, our English is a direct adaptation of British English. Yes, it is. കാരണം എന്താണ്, ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു കാലത്ത് ബ്രിട്ടീഷ് ആയിരുന്നു. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഒരിക്കൽ ഒരു സെഷനിൽ ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഈ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? നേരത്തെ സ്വാദിഷിട്ട ആക്ടിവിറ്റി ഇതായിരുന്നോ? ഇഫ് യെസ്, കെൻ യു പ്ലീസ് അല്ല, ടെക്നിക്കൽ സ്പീക്കിംഗ് ആണ് സ്വാദിഷിട്ടിരിക്കുന്നത്. Princess Kate Middleton gave a public speech on her cancer treatment. Typical example of English native speaking. Yes, വളരെ എന്താ പറയാ, വളരെ ഫോർമൽ ആയിരിക്കും. ഈവൻ ബ്രിട്ടീഷുകാരുടെ ഫോർമൽ ലാംഗ്വേജും ഇൻഫോർമൽ ലാംഗ്വേജിലും ചെറിയൊരു ഫോർമാലിറ്റി ഉണ്ടാവും. കമ്മിങ് ടു അമേരിക്കൻ ഇംഗ്ലീഷില് അവരുടെ കൾച്ചർ തന്നെ, അതായത് അത് അമേരിക്കൻ ഇംഗ്ലീഷിന്റെ അല്ല, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അമേരിക്കൻ കൾച്ചർ വർക്ക് സ്പേസുകളിലാവട്ടെ, അമേരിക്കൻ സ്കൂൾസിലൊക്കെ, ഐ ഡോണ്ട് നോ അബൌട്ട് ബ്രിട്ടീഷ് സ്കൂൾസ്, അമേരിക്കൻ ഇംഗ്ലീഷില് സ്കൂൾസിൽ യു ഡോണ്ട് ഹാവ് ടു കോൾ യുവർ ടീച്ചർ. ദേ യൂഷ്വലി കോൾ പേര് വെച്ചിട്ടാണ്. ഇഫ് ദ ടീച്ചേഴ്സ് നെയിം ഇസ് കാത്തറിൻ, ദ സ്റ്റുഡൻസ് കോൾ ദ ടീച്ചർ മിസ് കാത്തറിൻ. സ്കൂളിലെ സ്വീപ്പറിന്റെ പേര് മേരി എന്നാണെന്നുണ്ടെങ്കിൽ മിസ് മേരി. എവ്രി വൺ ഇസ് ഗിവൻ ഈക്വൽ റെസ്പെക്ട്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് സ്കൂൾസിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഓക്കെ, പൊതുവെ ഒരു വെസ്റ്റേൺ കൾച്ചർ അങ്ങനെയാണ് എന്നാണ് കേട്ടോ ഐ തിങ്ക്. സോ ഇത് ലാംഗ്വേജിന്റെ മാത്രമല്ല, ഇറ്റ് ഇസ് ബിക്കോസ് ദ കൾച്ചർ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ലാംഗ്വേജ്. കൾച്ചറിനും ലാംഗ്വേജും വളരെ ഇന്റർ റിലേറ്റഡ് ആണ്. നമുക്ക് രണ്ടിനെയും രണ്ടറ്റത്ത് കൊണ്ടുവെക്കാൻ സാധിക്കില്ല. ഓക്കെ, ലേൺ വൈസ് ആപ്പിലും അവൈലബിൾ ആണ് ആസ് വെൽ. നിങ്ങൾക്ക് നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും. എനിക്ക് ലേൺ വൈസ് ആപ്പിലേക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. സോ സ്വപ്ന പറയുന്നുണ്ട് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇറ്റ് വിൽ ബി അവൈലബിൾ. ദേ വിദ്യ വന്നു. വിദ്യ എവിടെയായിരുന്നു? വിദ്യനൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. So everyone have a look at Amina's British versus American English. Oh wait, ഇത് ഞാൻ നോക്കിയിട്ട് റിവ്യൂ ചെയ്തു തരാം കേട്ടോ, because it's a quite long. I mean, ഇത്തിരി ലോങ് ആണ്. And also we are running out of time today. ഇന്ന് നമ്മൾ എന്റെ ടൈം മാനേജ്മെന്റ് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ച് നല്ലോണം തെറ്റിപ്പോയിട്ടുണ്ട്. So I'll have a look at it and let you know, Amina. Okay. Next is improvisation exercise in English. That is, reflect on the improvisation exercise, sharing insights into spontaneous English communication and the creativity involved. This is the activity of day 224. ഇതൊന്ന് ആക്ടിവിറ്റി ചെയ്തവരൊന്ന് പോസ്റ്റ് ചെയ്യണേ, ബിക്കോസ് ഇംപ്രൊവൈസേഷൻ ആക്ടിവിറ്റി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ വാണ്ട് ടു നോ ഹൗ ഹാവ് യു ഡൺ ഇറ്റ്. ഡേ 224 ആക്ടിവിറ്റി ചെയ്തവര് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഇംപ്രൊവൈസേഷൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സേസ്, അല്ലെങ്കിൽ ഇംപ്രൊവൈസേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ചെയ്യാൻ
വേണ്ടിയിട്ട് എന്താ സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോ ജസ്റ്റ് മിനിറ്റ് ജാം എന്നൊരു ഗെയിം ഉണ്ട്. ദാറ്റ് ഇസ് ഇങ്ങനെ ഒരു 5 പേര് കൂട്ടത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വേർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കും. 1 minute without stopping in between, you'll have to speak about that word. Okay, that is jam. അതുപോലെ സെൽ ഇറ്റ് ടു മീ എന്ന് പറഞ്ഞ് കളിക്കുക. അതായത് നമ്മൾ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് എങ്ങനെയെങ്കിലൊക്കെ അവരെ കൊണ്ട് വിപ്പിക്കാൻ നോക്കുക. അവിടെ എന്താണ് നമ്മുടെ പെർsuasion ആൻഡ് നെഗോസിയേഷൻ സ്കിൽസ് ഡെവലപ്പ് ആവും. സോ ഇത്തരത്തിൽ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഇംപ്രൊവൈസേഷൻ എക്സസൈസസ് ആർ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇതെല്ലാം അധികം ഒരു ഗെയിം ഫോമാറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ കളിക്കാൻ പറ്റിയ ഗെയിംസ് ആണ് കുറെ റൈമിംഗ് വേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്താണ്? സെയിം ടോണിൽ എൻഡ് ചെയ്യുന്ന. ഓക്കെ, സെയിം സ്പെല്ലിംഗ് ആവണം എന്നില്ല, ബട്ട് സെയിം ടോൺ, ദാറ്റ് ഇസ് ഫോൺ ആൻഡ് ടോൺ. ഓക്കെ, ദെൻ ബുക്ക് ആൻഡ് ലുക്ക്. ഇത്തരത്തിലുള്ള റൈമിംഗ് വേർഡ്സ് സെറ്റ് ചെയ്യുക. ദെൻ ഒരു വലിയ വേർഡിൽ നിന്ന് നമ്മൾ പറ്റുന്ന അത്രയും ചെറിയ വേർഡ്സ് ഉണ്ടാക്കുക. അന്താക്ഷരി ഇല്ല, അന്താക്ഷരി ഇംപ്രൊവൈസേഷനിൽ വരൂല. ഓക്കെ, വേണമെങ്കിൽ അത് അന്താക്ഷരി ഫോമാറ്റിലും ആക്കാം. ഒരാൾ ഒരു സെന്റൻസ് പറയുക, ആ സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് വെച്ച് അടുത്ത ആൾ സെന്റൻസ് പറയുക. ഓക്കെ, മേ ബി നെക്സ്റ്റ് വീക്ക് എങ്ങനെ, ഇന്നിപ്പോ നമ്മൾ ഓൾറെഡി ടൈം എക്സീഡഡ് ആണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾക്ക് ഒരു 5 പേരോ 6 പേരോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഗെയിം കളിച്ചു നോക്കാം. ഒരാളുടെ സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് ആയിരിക്കണം അടുത്ത ആളുടെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ്. സോ ഇംപ്രൊവൈസേഷൻ ഗെയിംസോ ആക്ടിവിറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. സോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. നമ്മൾ എപ്പോഴും ഇത്ര സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, യെസ്, വെയിറ്റർ, റൈറ്റർ, യെസ്. ഓക്കെ, then next is cultural identities through language. That is your activity of day 100-25. Did anyone do it? The activity was to present on how your cultural identity influences is expressed through use of English. Yes, ചെയ്തിട്ടുള്ളവര് ഒന്ന് പോസ്റ്റ് ചെയ്യണേ. പൊതുവെ ഇങ്ങനെ കൾച്ചർ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ഇടുമ്പോ തന്നെ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല. What happened in the Swapna activities adhigam vannillല്ലോ? Out of station ആയതുകൊണ്ടാണോ Swapna? Everyone, please go through Amina's activity. Actually, class മുന്നോട്ട് പോകുന്നത് ഇപ്പൊ അമീന എന്നുള്ള ഒറ്റ ഒരാളെ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ സ്കിപ്പ് ചെയ്ത് പോണ്ടി വന്നേനെ. This is really disappointing. ഇവിടെ എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? Out of 44 ഒരു 10 പേര് പുതിയതാണ് എന്ന് വിചാരിക്കട്ടെ. എന്നെയും അശോക് ഇസ് ആർ ഹോസ്റ്റ്. ഈ ഒരു മീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അശോക്. ഇന്നും ഇവിടെ 1 hour നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ബാക്ക് സ്റ്റേജ് വർക്ക് ചെയ്യുന്ന ആളാണ് അശോക്. ഞങ്ങളെ 2 പേരെയും കട്ട് ഓഫ് ചെയ്താൽ അറൌണ്ട് 32 മെമ്പേഴ്സ് ഉണ്ടാവും ഇവിടെ. ഈ ഒരു 32 മെമ്പേഴ്സിൽ ഒരാൾ മാത്രമാണ് ആക്ടിവിറ്റി ചെയ്യുന്ന എന്നുള്ളത് സാഡ്. Okay, Swapna. Ma'am, we newcomers when to start our activities and projects. Project ഇല്ല, it's actually daily task. നിങ്ങളുടെ ഓരോ ടാസ്കുകളും ഒരു between 10 to 15 minutes ആയിരിക്കും അത് പെർ ഡേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. നിങ്ങളിപ്പോ പുതുതായി വന്നവരായതുകൊണ്ട് ചിലപ്പോ ബിഗിനിങ്ങിൽ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മേ ബി എടുക്കാം. But later it will be more easy for you. You can start from tomorrow itself. നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി നാളെ തൊട്ട് കിട്ടുന്നില്ല എങ്കിൽ I hope you all are assigned to mentor. നിങ്ങൾക്കെല്ലാം മെന്റേഴ്സ് ഇല്ലേ? നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ, ഇപിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് എവിടെ എന്നൊന്ന് ചോദിക്കാം. ഓക്കെ, ഹോപ്പ്ഫുള്ളി യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ടുമോറോ. ഓക്കെ, സോ ലെറ്റ് മീ ഹാവ് എ ലുക്ക് അറ്റ് അമീനാസ് ആക്ടിവിറ്റി. Influences from both Malayalam and Tamil traditions. Okay, അതായത് തമിഴ് ആൻഡ് ഇംഗ്ലീഷ് തമിഴ് ആൻഡ് മലയാളം ട്രഡീഷൻസ് എങ്ങനെയാണ് നമ്മളുടെ ഇംഗ്ലീഷിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന്. The dual cultural influence is particularly evident in the language spoken in Kollam-Code. Okay, also it is now a part of Tamil. Okay, ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമിഴ് ആൻഡ് മലയാളം എങ്ങനെയാണ് നമ്മളുടെ കൾച്ചർ. ഓക്കെ, ഇംഗ്ലീഷിനെ അല്ല. ഓക്കെ, ഫൈൻ, it is understood. Okay, although it is now a part of Tamil Nadu, the people here speak both Tamil and Malayalam. The village even features its own dialect of Tamil, which incorporates elements of Malayalam and is significant and is
significantly differs and significantly different. Differs and significantly differs in the easy cut off sentence correct. From the Tamil spoken by other communities. This linguistic blend is not just a means of communication, but also an identity marker. Very good, a very good usage. Or communication channel maatralla or identity marker. Very good usage. Signifying a belonging to this border region. The people of Kolangkot also celebrates a variety of cultural festivals that draw from both Tamil and Malayalam traditions. One important festival in Kolangkot is Thookam. Thookam, am I right? Which attracts a large number of pilgrims. Okay, actually, I have the second page. First page, I'm sorry. It's okay. Anyway, very good. You've tried your maximum. Okay, Kolangkot Thookam. Okay, I'll read about it. Swadish അയച്ചിട്ടുണ്ട്. Swadish activities post ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടെ അയക്കണം കേട്ടോ. എനിക്ക് ഡയറക്റ്റ് ആണ് Swadish അയച്ചിരിക്കുന്നത്. Okay, I'll just read it. ബാക്കിയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. And ബാക്കിയുള്ളവർ വെറുതെ ഐഡിയൽ ആയിട്ട് കേട്ടിരിക്കാനല്ല, be active. എന്തെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്യാത്ത പല മിസ്റ്റേക്സും ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബെറ്റർ സെന്റൻസ് ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ you can help out your friends. Okay, Swadish ഒന്ന് ഈ ആക്ടിവിറ്റി ഫോർ എവ്രി വൺ എന്നുള്ള ഓപ്ഷൻ ഇടണം. ഇതിപ്പോ എനിക്ക് മാത്രമായിട്ടാണ് Swadish അയച്ചിരിക്കുന്നത്. From my point of view, culture refers to one's way of living. Okay, culture has been implanted to each from their birth and depends on their family, religion, place of birth, and friends. It is evident that every country has its own culture in the sense of language, dressing, food pattern, festivals, religious beliefs, in all aspects of life. Appearance of a person and use of language will highlight one's cultural identity. It is easy to find out a person's cultural identity through his outlook and his way of behaving. For example, an Indian in restaurant will use his hand directly to intake food instead of using spoon, fork, or knife as an Englishman do. Okay, very good. Okay, so Swadish, your first para, this is well written. There are mistakes in here, but you would actually unnecessary sentences added. For example, appearance of a person and use of language will highlight one's cultural identity. വീണ്ടും അതിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് it is easy to find out a person's cultural identity through his outlook and his way of behaving. ഈ രണ്ട് സെന്റൻസും കൺവേ ചെയ്യുന്നത് ഒരേ കാര്യമല്ലേ, ജസ്റ്റ് ഡിഫറെന്റ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോത്ത് ദ സെന്റൻസ് ഇംപ്ലൈ ദ സെയിം മീനിങ്. സോ അവിടെ ആക്ച്വലി ഒരു സെന്റൻസ് നമ്മൾക്ക് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓർ എൽസ് the sentence of the structure of the sentence, the grammar you've used, the vocabulary you've used, everything is perfect. Activities online or offline? It is online. It will be shared to you through WhatsApp. Okay, നിങ്ങൾ അത് തിരിച്ച് എനിക്കല്ല മെന്ററിന് തന്നെയാണ് ഡെയിലി ബേസിസിൽ അത് വാട്സപ്പിൽ തന്നെ അയച്ചു കൊടുക്കേണ്ടത്. നമ്മളുടെ ഈ ഒരു ലൈവ് സെഷൻ ആകെ എല്ലാ ട്യൂസ്ഡേസ് മാത്രം, വീക്ക്ലി വൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെക് സ്പീക്ക്, ദാറ്റ് ഇസ് നാവിഗേറ്റിംഗ് ഇംഗ്ലീഷ് ഇൻ ടെക്നോളജി. നമ്മൾ ഇന്ന് എല്ലാവരും ടെക്നോളജി യൂസ് ചെയ്യുന്നവരാണ്, ഞാനും നിങ്ങളും ഇവിടെയുള്ള ഓരോരുത്തരും. നമ്മൾ ഇന്നിപ്പോ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന ക്ലാസ് എടുക്കുന്നതും ഇറ്റ്സ് ഓൾസോ ത്രൂ ടെക്നോളജി. നിങ്ങൾ ഇന്ന് ഇപ്പോ നിങ്ങളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകളും എൻട്രൻസ് കോച്ചിങ്ങും എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ലേൺ വൈസിലും പ്രെപ്പ് വൈസിലും ഹൈക്ക് വൈസിലും പഠിക്കുന്ന എല്ലാവരും എന്താണ് ടെക്നോളജി യൂസ് ചെയ്ത് പഠിക്കുന്നവരാണ്. സോ നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിയിൽ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് we have to be very careful. It has advantages as well as challenges. So കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ ഇസ് കീപ്പിംഗ് അപ്പ് വിത്ത് ചേഞ്ച്. അത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. നമ്മൾ ടെക്നോളജി ഈസ് ഓൾവേസ് അഡ്വാൻസ്ഡ് അല്ലെ? നമുക്ക് ഇന്റർനെറ്റിൽ എപ്പോഴും ഇന്റർനെറ്റ് ഇസ് അഡ്വാൻസ്ഡ്, എപ്പോഴും പുതിയ വേർഡ്സും വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ പേഴ്സണലി അത്ര അപ്ഡേറ്റഡ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ എന്താണ് ടെക്നോളജിയിൽ ഉള്ള വേർഡ്സ് നമ്മൾ okay Swapna, okay, thank you, sure, we'll meet next. Okay, keeping up with change. So ആ ഒരു പുതിയ ചേഞ്ചുമായി അല്ലെങ്കിൽ on a monthly basis അല്ലെങ്കിൽ
ഒരു ഡെയിലി ബേസിസ് ഈ ഒരു അഡ്വാൻസ്മെന്റുമായി നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണ്? ടെക്നോളജിയിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ അത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും അഡ്വാൻസ്മെന്റ്സും ബെറ്റർമെന്റ്സും ഉണ്ടാകും. Okay, so keeping up with change is actually has a negative side as well as a positive side. Okay, next is technical jargon and niche terms. നമ്മൾ ഇപ്പോൾ SCs ആവട്ടെ, സയന്റിഫിക് SCs ആവട്ടെ, നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആവട്ടെ, വായിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ജാർഗൻസ്, അതായത് ആ ഒരു ഫീൽഡുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വാക്കുകൾ ഉണ്ടാവാം. ഇപ്പം ഞാൻ എൻവയൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് വായിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ ഒരു ഏരിയയിൽ വലിയ അറിവില്ലാത്ത ഒരാളാണ് ഞാൻ, പക്ഷെ എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് അതിൽ കാണുന്നുണ്ട് എങ്കിൽ എന്താണ്, that can be called jargon. That is ഇൻഡസ്ട്രി സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു ഫീൽഡ് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾക്ക് ജാർഗൺ ആൻഡ് നിഷ് ടേംസ് എന്നൊക്കെ പറയാൻ പറ്റുക. ഓക്കെ, സോ അത്തരത്തിലുള്ള വേർഡ്സ് ഉള്ള സമയത്ത് എന്താണ് നമ്മൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് അറിയാത്ത വേർഡ്സിന്റെ മീനിങ് അപ്പൊ തന്നെ പോയി ക്ലിയർ ചെയ്യുക. ഇപ്പോ നേരത്തെ നമ്മൾ ഒരു ആക്ടിവിറ്റി വായിച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ, മെറ്റാ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവ്യൂ, ഇതെല്ലാം വളരെ സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് വേർഡ്സ് ആണ്. കൊഹോട്ട്, അതെല്ലാം പുതിയ വേർഡ്സ് ആണ്. സോ നമ്മൾ എന്താണ് അപ്പൊ തന്നെ അതിന്റെ മീനിങ്ങും കോണ്ടെക്സ്റ്റുവൽ യൂസേജും കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ് ഇസ് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇന്ന് ടെക്നോളജി ഉള്ളതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെർട്ടീസ് ആൻഡ് ആക്സസിബിലിറ്റി. ഒരു 20 years എഗോ, ഓക്കെ, ഇന്ന് ഒരു 20 വർഷം പുറകോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, വലിയ വലിയ ആൾക്കാരുടെ സ്പീച്ചസ് ഒക്കെ കേൾക്കാൻ നമുക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. സീഡികൾ മേടിക്കണം, അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ പുസ്തകമായിട്ട് തന്നെ മേടിക്കണം. പക്ഷെ ഇന്ന് എന്താണ്, ഇന്നിപ്പോ ടെക്നോളജി ഉള്ളത് കൊണ്ടും ടെക്നോളജി, വെബ്സൈറ്റ്സ്, ഇന്റർനെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും എക്സ്പേർട്ട് ആയ ആൾക്കാരുടെ ആർട്ടിക്കിൾസും സ്പീച്ചസും യൂട്യൂബ് വീഡിയോസും പോഡ്കാസ്റ്റുകളും എല്ലാം അവൈലബിൾ ആണ്. സോ എന്താണ്, ഒരു വൈഡർ ആക്സസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സുമായി നമ്മൾക്ക് ഈവൻ സംസാരിക്കാൻ വരെയുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. ഓക്കെ, യു ക്യാൻ സെൻഡ് ഈവൻ ഇമെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻക്ലൂഡിംഗ് സിനോണിംസ് ഓഫ് ടെക്നിക്കൽ ടേംസ് can help capture a wider range of search queries. ഇത് നിങ്ങൾക്കൊരു ടിപ്പാണ് ആക്ച്വലി. ഇപ്പോ നിങ്ങൾ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാണ് എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് യു വാണ്ട് ടു നോ അബൌട്ട് എന്താണ് മെമ്മറി ടിപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത്. മെമ്മറി ടിപ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വേർഡ്സ് ഒന്ന് മാറ്റി വീണ്ടും സെർച്ച് ചെയ്യുക. ഹൗ ക്യാൻ ഐ റിമെമ്പർ വാട്ട് ഐ സ്റ്റഡീഡ്, ദാറ്റ് ഇസ് ആക്ച്വലി യു ആർ ആസ്കിംഗ് ഫോർ മെമ്മറി ടിപ്സ് അല്ലേ. നിങ്ങൾ മെമ്മറി ടിപ്സ് എന്ന് ഗൂഗിൾ ചെയ്യുന്നതും ഹൗ ക്യാൻ ഐ റിമെമ്പർ വാട്ട് ഐ സ്റ്റഡീഡ് എന്ന് ചോദിക്കുന്നതും യു ആർ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ആസ്കിംഗ് ഫോർ ദ സെയിം തിങ്. പക്ഷേ ഈ രണ്ട് സെർച്ചിനും നിങ്ങൾക്ക് ഗൂഗിൾ തരുന്ന റിപ്ലൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് വെബ്സൈറ്റ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരിക. ഓക്കെ, സോ നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വേർഡ്സ് ഹാവിംഗ് സെയിം മീനിങ്, ഇത്തരത്തിലുള്ള സിനോണിംസ് യൂസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പനീസ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ യൂസ് ആക്സസിബിൾ നോൺ ടെക്നിക്കൽ ലാംഗ്വേജ് ഇൻ ദിയർ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോ നമ്മൾ പുതിയൊരു കോളേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്താണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ജാർഗൻസ്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ കുറച്ചും കൂടെ ഏതൊരാൾക്കും, ഏതൊരു കോമൺ മാനും മനസ്സിലാവുന്ന രീതിയിലുള്ള ടേംസ് യൂസ് ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് നോൺ ടെക്നിക്കൽ ലാംഗ്വേജ്. ടെക്നിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫോർമൽ ആയിട്ടുള്ള ഇൻഡസ്ട്രി സ്പെസിഫിക് വേർഡ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, then next is creating a glossary or FAQ page. FAQ എന്ന് പറഞ്ഞാൽ എന്താണ്? Have you got any idea? മിക്ക വെബ്സൈറ്റിലും നമുക്ക് FAQ എന്ന് കാണാം. എന്താണ്? What is meant by FAQ? Yes, Sanish. Frequently asked question. Yes, FAQ. Fact and question അല്ല, frequently asked question എന്നാണ് കേട്ടോ. അതായത് സാധാരണയായി ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. സോ ദാറ്റ് പല സാഹചര്യങ്ങളിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. സോ നിങ്ങളൊക്കെ ഒരു വെബ്സൈറ്റ് എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ ഒക്കെ ഭാഗമായി വെബ്സൈറ്റ് ഉള്ളവരാണ് എങ്കിൽ, ഇങ്ങനെ ഒരു ഗ്ലോസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടേംസിന്റെ മീനിങ് അവിടെ കൊടുക്കുക. FAQ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട്സ് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിടുക.
സനീഷ് ടിപ്പോയർ ഓക്കെ എനിക്ക് മനസ്സിലായി അത് ഫ്രീക്വന്റ്ലി സോ ഇറ്റ്സ് ഫൈൻ ഓക്കെ സോ ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും വായിക്കുന്ന സമയത്തും ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന സമയത്തും ബി വെരി കെയർഫുൾ ഓക്കെ കാരണം മിസ് ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടാവാനും മിസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ദെൻ കമ്മിങ് ടു ഫൈനൽ റിഫ്ലെക്റ്റീവ് ലേണിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ് ഓക്കെ ടു ഓൾ ദ ന്യൂ കമേഴ്സ് ഹിയർ ലിസൺ കെയർഫുള്ളി പഴയവരും ലിസൺ ചെയ്യണം കേട്ടോ പക്ഷെ പുതിയ ആൾക്കാർ കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആയിട്ട് ലിസൺ ചെയ്യുക ദാറ്റ് ഇസ് റിഫ്ലെക്റ്റീവ് ലേണിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ് നമ്മളുടെയൊക്കെ ഈ ഒരു EP-യിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഗോൾ എന്താണ് ടു ഇംപ്രൊവൈസ് അവർ ഇംഗ്ലീഷ് ടു ബി കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നതാണ് സോ നമ്മൾ ഈ EP-യുടെ സെഷൻ 1 തൊട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇവിടെ കോമൺ ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല കാരണം എന്താണ് ഇവിടെയുള്ള എല്ലാവരും ഡിഫറെന്റ് ലെവൽസിൽ നിൽക്കുന്നവരാണ് ബിഗിനർ ലെവലിലുള്ളവരുണ്ടാവാം ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവരുണ്ടാവാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലുള്ളവരുണ്ടാവാം സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഡിഫറെന്റ് ആയിരിക്കും ചിലവർക്ക് എന്താണ് ഗ്രാമർ ആണ് ചിലവർക്ക് സ്പീക്കിംഗ് സ്കിൽസ് ആണ് ചിലർക്ക് റൈറ്റിംഗ് സ്കിൽസ് ആണ് ഓക്കെ സോ ഇന്ന് ന്യൂ കമേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് ജേർണൽ എന്ന് പറഞ്ഞ ഒരു സംഗതി ചെയ്യാറുണ്ട് ദാറ്റ് ഈസ് ഒരു ബുക്ക് എടുക്കുക ആ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് നോട്ട് ഡൗൺ ചെയ്യുക ഓക്കെ അതായത് ഇപ്പൊ ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് എന്താണ് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ബട്ട് ഇംപ്രൂവ് ഇംഗ്ലീഷ് ഒരുപാട് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഒരുപാട് സ്മോൾ ഗോൾസ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യേണ്ടതുണ്ട് ദാറ്റ് ഈസ് ഗ്രാമർ ശരിയാക്കുക സെന്റൻസ് സ്ട്രക്ചർ പഠിക്കുക അഡ്വേർബ്സ് പഠിക്കുക വേർബ്സ് പഠിക്കുക അഡ്ജക്റ്റീവ് പഠിക്കുക നൗൺസ് പഠിക്കുക ഫ്രേസസ് പഠിക്കുക ഓക്കെ സോ നിങ്ങളുടെ വീക്ക് ഏരിയാസ് സ്ട്രെങ്ത് ഏരിയാസും നിങ്ങൾ മനസ്സിലാക്കുക ലോങ് ടേം ഗോൾ അതായത് വിത്തിൻ 3 months ഞാൻ ഇംഗ്ലീഷിൽ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം ഓക്കെ ബട്ട് നമുക്ക് ഈ ഒരു ലൈവ് സെഷൻ വീക്ക്ലി ആയതുകൊണ്ട് ഐ പ്രിഫർ ഓൾ ഓഫ് യു ടു സെറ്റ് സം വീക്ക്ലി ഗോൾസ് ഈ ഒരു വീക്കിൽ നിങ്ങൾ ഇന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അത് നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് വൊക്കാബുലറി ആവാം റൈറ്റിംഗ് സ്കിൽസ് ആവാം അല്ലെങ്കിൽ കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് കുറച്ചും കൂടെ നോക്കുന്നതാവാം ഓക്കെ സോ നിങ്ങൾ ഈ ട്യൂസ്ഡേ തൊട്ട് ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ ഇതേ സമയത്തായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുക സോ കുറച്ച് വീക്ക്ലി ഗോൾസ് ഒരു 2-3 വീക്ക്ലി ഗോൾസ് നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ ആൻഡ് സി അത് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം ആൻഡ് വി ക്യാൻ ഹാവ് എ റിവ്യൂ ഓൺ our goal setting and goal achievements okay so with that we are winding up we are 13 minutes past 9 8 to 9 ആണ് actually നമ്മളുടെ class time എന്ന് പറയുന്നത് next week we'll be looking into advanced pronunciation workshop English through theatre performance debating contemporary issues analyzing English in advertising crafting personal essays environmental advocacy through English reflective strategy discussion okay ഇതെല്ലാം തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആയിട്ട് വരും 226 ടെക്നോളജി ആയിരുന്നില്ലേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തല്ലോ ഞാൻ പ്രീവിയസ് സ്വാദിഷ് അത് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ ആക്ടിവിറ്റി സ്വാദിഷ് can you please resend it I'll download and I'll get back to you yes വിദ്യ ഞാൻ അതിനുള്ള ഒരു ടൈം എന്തായാലും സെറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ കുറച്ചു നേരം അവർക്ക് വേണ്ടി മാറ്റി വെച്ചല്ലോ സോ നമ്മുടെ സെഷൻസ് കുറച്ച് ലേറ്റ് ആയി പോയി ഓക്കെ ഷുവർ വിൽ പ്ലേ നമ്മൾ ഇംഗ്ലീഷിൽ അന്താക്ഷരി കളിക്കും യെസ് ഓക്കെ സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് താങ്ക് യു ഓൾ